ഞാൻ ആക്ച്വലി ഇന്ന് കരിക്കലം തേച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കരിക്കലം അങ്ങനത്തെ കരിയുള്ള സാധനങ്ങൾ എണ്ണമയമുള്ള സാധനങ്ങളൊക്കെ കഴുകുവാണെങ്കിൽ നമുക്ക് എന്ത് ഈസിയാണ്, പുറകിലോട്ട് ബാക്കിലോട്ട് എടുത്ത് ഒഴിക്കാം, ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസി അല്ലേ. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ എയർ ഫ്രൈൻ്റെ താഴത്തെ തട്ട് കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അമ്മേ, അതാണെങ്കിൽ ഇങ്ങനെ ഈ ചിക്കനും ഇതെല്ലാം വീണിട്ട് ഭയങ്കരമായിട്ട് എണ്ണ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എത്ര കഴുകിയാലും അത് ശരിയാവത്തുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എവിടെ ഒഴിച്ച് കളയും. നമുക്ക് സിങ്കിൽ അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ക്ലോഗായി നമുക്കിട്ട് തന്നെ തിരിച്ച് പണി തരും. ബാക്കിയോടൊക്കെ ഭയങ്കര ക്ലീനാണ്, നമുക്ക് അങ്ങനെ ഒന്നും ഒഴിച്ച് കളയാനോ അവിടെ സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബർ കംപ്ലയിൻറ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ട്രാഷിലോട്ട് എണ്ണ ഒഴിച്ച് പിന്നെ അത് ലീക്കായിട്ടുണ്ട്, അത് നമുക്ക് പണിയാണ്. ഞാൻ യൂഷ്വലി ബേക്കിനൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, കുക്ക് ബേബിയുടെ ഡയപ്പർ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കും. അപ്പോഴേക്കും അതങ്ങ് അബ്സർവ് ആവുമല്ലോ. പക്ഷേ ഇത് ഒരുപാടുണ്ട് കോയ്സ്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതെന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. മഹാവൃത്തികേടായിരിക്കും. ഞാനിവിടെ വെള്ളവും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കുറേ നേരമായിട്ട് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിനിപ്പോൾ എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ല ഗൈസ്. തൽക്കാലത്തേക്ക് ഇവിടെ സാലഡൊക്കെ വാങ്ങിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഇതെടുത്തിട്ട്, ഒരു പാത്രം എടുത്തിട്ട് ഈ കുക്കറിയുടെ ഡയപ്പർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് വെച്ചു. ഇതിന് അടപ്പുണ്ട്, അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് അത് അടയ്ക്കും. അതാണ് എൻ്റെ ഐഡിയ. അത് കുറേ ബാഗിലൊക്കെ കെട്ടി നമ്മുടെ ഗാർബേജിലിടും. ഇനി ഗാർബേജ് എടുത്തുകൊണ്ട് മെയിൻ ഗാർബേജ് ഇടണം. ആ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. നമ്മൾ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് നാട്ടിൽ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മുറ്റത്ത് കുറച്ച് മണ്ണിടണമെങ്കിൽ പോയി പൈസ കൊടുത്ത് അത് വാങ്ങിച്ചോണ്ട് വരണം. അങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ.